Sir, good morning and welcome to the show. Morning Vishnu, morning viewers. സാർ നമുക്ക് ആദ്യം യു എസ് മാർക്കറ്റിലോട്ട് തന്നെ പോകാം. ഏതായാലും യു എസ് മാർക്കറ്റ് വെള്ളിയാഴ്ചത്തെ ഒരു ട്രേഡിംഗ് ഒക്കെ നോക്കുമ്പോൾ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിട്ടാണ് കാണാൻ സാധിച്ചത്. ചൈനയുമായിട്ടുള്ള താരിഫുമായിട്ടുള്ള അനുനയ കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ഏതായാലും നമുക്ക് ഒരു ട്രേഡിംഗ് എങ്ങനെയായിരുന്നു നടന്നതെന്ന് നോക്കാം. നമുക്ക് യു എസ് മാർക്കറ്റിൽ ഡൗ ജോൺസിൽ ഏകദേശം 0.7% ഒരു നേട്ടം രേഖപ്പെടുത്തി. S&P 500 സമാനമായി തന്നെ ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയത്. നാസ്ഡാക്ക് നോക്കുമ്പോൾ 0.5% ഒരു മുന്നേറ്റവും കാണാൻ സാധിച്ചു. യു എസ് മാർക്കറ്റിൽ ഇനി താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു 2 ആഴ്ചയായിട്ട് ഞാൻ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു മേജർ റെസിസ്റ്റൻസ് 42,400 പോയിന്റ് ആയിരുന്നു. സോ നമ്മൾ ഈ കഴിഞ്ഞ 2 മാസത്തിനിടെ അമേരിക്കൻ വിപണിയിൽ കണ്ട കറക്ഷന് ശേഷം ആദ്യമായിട്ടായിരുന്നു 42,400 പോയിന്റ് മുകളിൽ ഡൗ ജോൺസ് ഇൻഡെക്സിന് ക്ലോസ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. ഇതിനെ തുടർന്ന് ലോങ് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. അടുത്ത മേജർ റെസിസ്റ്റൻസ് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത് 42,800 അതിനുശേഷം 43,300 പോയിന്റ്. ഡൗ ജോൺസ് ഇൻഡെക്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് വളരെ നല്ല ലോ റിസ്കിൽ ഒരു ബുള്ളിഷ് സെറ്റപ്പ് സിറ്റി ബാങ്ക് $75 കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ JP മോർഗൻ സ്റ്റഡി ചെയ്യുമ്പോഴേക്ക് ഏകദേശം ഒരു $263 അടുത്ത് വളരെ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ആയിട്ടുണ്ട്. സോ എന്റെ ഒരു എക്സ്പെക്ടേഷൻ പല സ്റ്റോക്സിലും ഇതേപോലെ നല്ല ബുള്ളിഷ് സെറ്റപ്പ് വന്നതിനെ തുടർന്ന് നമുക്ക് പ്ലെന്റി ഓഫ് ഇൻവെസ്റ്റിംഗ് ആൻഡ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നുണ്ട്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ എഗെയിൻ വീണ്ടും നമുക്ക് നല്ലൊരു പോസിറ്റീവ് ക്ലോസ് ആയിരുന്നു കിട്ടിയത്. സോ കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡ് നോക്കുമ്പോഴേക്കും തുടർച്ചയായിട്ട് 5 ട്രേഡിംഗ് സെഷൻസിലും നമുക്ക് നാസ്ഡാക്ക് ഇൻഡെക്സിൽ നേട്ടം കിട്ടിയിരുന്നു. ആൻഡ് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ ഈ ഒരു റിക്കവറി നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇറ്റ് ഇസ് ടെസ്ല, NVIDIA, മെറ്റ. സോ ഓൾമോസ്റ്റ് ഏത് വലിയ സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ നാസ്ഡാക്ക് ഇൻഡെക്സിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒരേ ഒരു സ്റ്റോക്ക് ഇപ്പോഴും ബെയറിഷായി നിലനിൽക്കുന്നത് ഇറ്റ് ഇസ് ആൽഫബറ്റ്, അതായത് ഗൂഗിളിന്റെ കേസിൽ വരും സെഷൻസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് $175. സാർ, നമുക്കിനി കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് പോകും. കമ്മോഡിറ്റി മാർക്കറ്റ് നിലവിൽ ഇന്നത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബ്രെന്റ് ക്രൂഡിലൊക്കെ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫ്ലാറ്റ് ആണെങ്കിൽ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോൾ ഈ 2 കമ്മോഡിറ്റിയിലും നമുക്ക് കാണാൻ സാധിച്ചത് കഴിഞ്ഞ 2 വീക്കിലും പോസിറ്റീവായിട്ടുള്ള ഒരു ക്ലോസിംഗ് നടത്താൻ ഈ ഒരു കമ്മോഡിറ്റി സാധിച്ചിട്ടുണ്ട് കമ്മോഡിറ്റിക്ക്. ഏതായാലും നമുക്ക് ഈ ഒരു ക്രൂഡിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഇനി നമ്മൾ ലൈറ്റ് സ്വീറ്റ് ക്രൂഡ് നോക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്ന അണ്ടർടോൺ ബെയറിഷായി തന്നെ തുടരുന്നു. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഇൻട്രസ്റ്റിംഗ്ലി കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡ് നോക്കുമ്പോഴേക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള $64 റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. അതിനെ തുടർന്നുള്ള ആ ഒരു വീണ്ടും ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കറക്ഷനിടെ പുതിയൊരു സപ്പോർട്ട് ബേസ് $59.50 ഫോം ആയിട്ടുണ്ട്. സോ ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് $59.50. ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു ബുള്ളിഷ് റിവേഴ്സലിന് നല്ല പോസിബിലിറ്റി കാണുന്നുണ്ട്. സോ ഇതിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള 2 ബുള്ളിഷ് ട്രിഗേഴ്സ് എനിക്ക് കാണുന്നത് ആദ്യത്തെ $63, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ $65. സാറിന് ഈ ഗോൾഡിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ന് 0.7% ഒരു നേട്ടം രേഖപ്പെടുത്തുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ലാസ്റ്റ് മന്തിൽ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം പിന്നീട് അങ്ങോട്ടൊരു നേരിയ ഇടിവ് രേഖപ്പെടുത്തിയ ഗോൾഡ് വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്കൊരു കൺസോൾട്ടേഷൻ ഇപ്പോൾ ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഗോൾഡിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അവിടെ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. എനിക്ക് ഒരു കൺസോൾട്ടേഷൻ ഫോർമേഷനും സ്വർണത്തിൽ കാണാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ 8 ട്രേഡിംഗ് സെഷൻസിലെ പാറ്റേൺ നോക്കുമ്പോഴേക്കും അതിൽ 7 ട്രേഡിംഗ് സെഷൻസിലും നമുക്ക് വീക്കായിട്ട് ഒരു ബെയറിഷ് ക്ലോസ് ആയിരുന്നു ലഭിച്ചത്. ഞാൻ പലതവണ ഇതേ ഫോറത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് $3,240 സപ്പോർട്ട് ലെവലിൽ സ്വർണം ബ്രേക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറുമെന്ന് കഴിഞ്ഞ ആഴ്ച 2 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ഒരു സപ്പോർട്ട് ലെവലിന്റെ താഴെയായിരുന്നു സ്വർണം ക്ലോസ് ചെയ്തത്. അതിനെ തുടർന്ന് അണ്ടർടോൺ ഷോർട്ട് ടേമിലെങ്കിലും വീക്കായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത് കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ $3,118 സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നെ നമ്മൾ ലോങ് പൊസിഷൻ സ്വർണത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ റിസ്കി ആയിരിക്കും.
സാർ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് നിഫ്റ്റി 50 നോക്കുമ്പോൾ 25,000 എന്നൊരു നില സസ്റ്റെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു ഇവിടുത്തെ. ഒരു ഫ്ലാറ്റ് ഇടിവ് മാത്രമാണ് നമുക്ക് നിഫ്റ്റി 50യിൽ വെള്ളിയാഴ്ചത്തെ ഒരു ട്രേഡിംഗിൽ കാണാൻ സാധിച്ചത്. നമ്മളൊരു വീക്കിലി പെർഫോമൻസ് നോക്കുമ്പോൾ കഴിഞ്ഞൊരു വീക്കിൽ 4% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു നിഫ്റ്റി 50 രേഖപ്പെടുത്തിയത്. നിഫ്റ്റി 50യിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സോ നിഫ്റ്റി 50യുടെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. സോ നിഫ്റ്റി 50യുടെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 25,170 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് ഈ ആഴ്ച ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 25,450 അതിനെ തുടർന്ന് 25,800 പോയിന്റിലും ആയിരിക്കും. മൈ പേഴ്സണൽ എക്സ്പെക്ടേഷൻ താമസിക്കാതെ ഈ രണ്ട് റെസിസ്റ്റൻസിൽ ടെസ്റ്റ് ചെയ്യപ്പെടും. ബാങ്ക് നിഫ്റ്റിയോട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ച കഴിഞ്ഞ വീക്കിൽ ഒരു 3% മുകളിലേക്കുള്ള ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു. വെള്ളിയാഴ്ച ഒരു ഫ്ലാറ്റ് നോട്ടിലാണ് ഒരു ക്ലോസിംഗ് എടുത്തത് 55,354 എന്നൊരു നിലയിൽ. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ എന്തൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലോ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. സോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലോ നമ്മൾ ഈ ആഴ്ച ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ സപ്പോർട്ട് 54,400 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ കാണാൻ സാധിക്കും. ബട്ട് ആ ഒരു നല്ലൊരു ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ കാണാൻ സാധിക്കണമെങ്കിൽ 55,510 പോയിന്റിന്റെ 10 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ വലിയൊരു മുന്നേറ്റം നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ കാണാൻ സാധിക്കും. എന്തെന്നാൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് 56,900 പോയിന്റിൽ എനിക്ക് കാണാൻ സാധിക്കുന്നു. ഇനി ഒരു സ്റ്റോക്ക് ഇൻ ഫോക്കസിലോട്ട് വരുമ്പോൾ ആദ്യത്തെ ഒരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് സെൻ ടെക്നോളജീസ് ലിമിറ്റഡ് ആണ്. ഏതായാലും 4ാം പാദഫലം നോക്കുമ്പോൾ കുത്തനെയുള്ള ഒരു ഉയർച്ച അവരുടെ ഒരു സംയോജിത അതായത് നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു. ഏകദേശം 189% ഒരു ഉയർച്ചയാണ് രേഖപ്പെടുത്തിയത്. കൂടാതെ ഈ ഒരു നമ്മളൊരു കണക്ക് നോക്കുമ്പോൾ ഇത് ഏകദേശം 101 കോടി രൂപ എന്നൊരു കണക്കായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഓൾ ടൈം ഹൈ ഡിസംബറിൽ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം പിന്നീട് അങ്ങോട്ട് ഒരു ഇടിവ് രേഖപ്പെടുത്തിയ സ്റ്റോക്ക് മാർച്ചിൽ ഒരു ബോട്ടം എടുത്തതിന് ശേഷം കഴിഞ്ഞ മാസത്തിൽ ഒരു 41% ഒരു റിട്ടേൺ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ട്രേഡിംഗ് കാഴ്ചവെച്ചതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്ഷമിക്കണം, കഴിഞ്ഞ മാസത്തിലല്ല, മാർച്ചിൽ. അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ ഒരു വീക്കിലിയൊക്കെ നോക്കുമ്പോൾ ഒരു ഉയർച്ച ഈ ഒരു സ്റ്റോക്കിൽ കാണാനും സാധിക്കുന്നുണ്ട്. സെൻ ടെക്നോളജീസിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സെൻ ടെക്കിന്റെ കേസിൽ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ഈ സ്റ്റോക്കിൽ ഒരു ട്രേഡിംഗ് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. ബട്ട് വിഷ്ണു ചൂണ്ടിക്കാണിച്ചതുപോലെ നല്ലൊരു റിസൾട്ടിന്റെ കോണ്ടെക്സ്റ്റിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച 5 ട്രേഡിംഗ് സെഷൻസിലും നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു അപ്പർ സർക്യൂട്ട് ബ്രേക്കറിലായിരുന്നു ക്ലോസിംഗ് കാണാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് നാച്ചുറലി നമ്മൾ പ്രോഫിറ്റ് ടേക്കിംഗ് കറക്ഷന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. നമ്മൾ സ്പെക്കുലേഷൻ ട്രേഡിംഗിന് വേണ്ടി ഒരു ലോങ് പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. അടുത്ത സ്റ്റോക്ക് ഫോക്കസിലുള്ളത് KEC ഇന്റർനാഷണൽ ആണ്. നിലവിൽ നോക്കുമ്പോൾ 0.4% ഒരു ഇടിവ് രേഖപ്പെടുത്തിയ ഒരു ലാസ്റ്റ് ട്രേഡിംഗ് ഡേ ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 800 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസിലാണ് നിലവിൽ സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കമ്പനിയെ പറ്റി ഒരു പോസിറ്റീവ് ന്യൂസ് ഷെയർ ചെയ്യാനുള്ളത്, ഇന്ത്യയിൽ ഏകദേശം 1,100 കോടി രൂപയോളം ഒരു ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ പ്രോജക്റ്റ് ഓർഡറുകൾ കമ്പനി നേടിയതായിട്ട് ഇപ്പോൾ കമ്പനി അറിയിച്ചിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. KECയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? KEC വീണ്ടും ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ സ്റ്റോക്കിന്റെ പാറ്റേൺ നോക്കുമ്പോഴേക്കും ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബെയറിഷ്, ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വൈസ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിന്റെ 2 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് ആദ്യത്തെ 880 അതിനുശേഷം 930. ഈ 2 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കത്തുള്ളൂ. ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ഡിവിസ് ലാബ്സ് ആണ്. 4ാം പാദഫലം നോക്കുമ്പോൾ കമ്പനി ഏകദേശം 662 കോടി രൂപയുടെ ഒരു അറ്റാദായം രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ ഈ ഒരു സ്റ്റോക്കിന്റെ ട്രേഡിംഗ് നോക്കുമ്പോൾ ഇന്നലെ വെള്ളിയാഴ്ച 1% ഒരു നേട്ടം രേഖപ്പെടുത്തിയ ഒരു ക്ലോസിംഗ് എടുത്ത സ്റ്റോക്ക് ഈ ഒരു മാസം നോക്കുമ്പോൾ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ട്രേഡിംഗ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഡിവിസ് ലാബിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ ഡിവിസ് ലാബിന്റെ കേസിൽ ഇറ്റ് ഹസ് ബീൻ ഫാർമ ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും ഇത് നമുക്ക് ഔട്ട് പെർഫോമൻസ് ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് ഇതൊരു 52 വീക്ക് ഹൈ ലെവലിന്റെ അടുത്ത ട്രേഡിംഗ് നടത്തി വരുന്നത്. ഈ സ്റ്റോക്കിന് വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് 6,300 6,400 റേഞ്ചിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സെയിം റെസിസ്റ്റൻസ് ലെവൽ കഴിഞ്ഞ ഒരു 5-8 മാസത്തിനിടെ 6 തവണ ടെസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. 6 തവണ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല.
സോ നമ്മൾ ആസ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 6400 റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കണം. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ വലിയൊരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കും. ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ലെവൽ 5800. ഓക്കെ സാർ, നമുക്ക് അടുത്തൊരു സ്റ്റോക്ക് നമുക്ക് ഫോക്കസിലുള്ളത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ബാങ്കിങ് സൂചികയിൽ നിന്നുള്ള സ്റ്റേറ്റ് ബാങ്കിന്റെ ഒരു ട്രേഡിംഗ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിലവിൽ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ സ്റ്റോക്ക് 1.9% ഒരു ഇടിവ് രേഖപ്പെടുത്തി 792 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതിലും കഴിഞ്ഞ ഒരു 2 മാസം നോക്കുമ്പോൾ സ്റ്റോക്ക് ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. SBIയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? SBIയുടെ കേസിൽ നിഫ്റ്റി ബാങ്കിന് അണ്ടർ പെർഫോം ചെയ്യുകയായിരുന്നു SBI കഴിഞ്ഞ ഒരു 1-2 മാസത്തിനിടെ. എങ്കിലും കഴിഞ്ഞ ഒരു 10-15 ദിവസത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്ക് തിരിച്ചൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ബൈയിങ് ഇൻട്രസ്റ്റിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം രണ്ടും ബുള്ളിഷായി മാറുന്ന ഒരു കോണ്ടെക്സ്റ്റ് കാണുന്നത്. എങ്കിലും വളരെ വളരെ ഷോർട്ട് ടേമിൽ നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. ആ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാൻ സാധിക്കും. ഈ സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത് 807. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 830, അതിനുശേഷം 890 രൂപ. വൺ ഡിസ്ക്ലോഷർ, എനിക്ക് പേഴ്സണലി ലോങ് പൊസിഷൻ SBI ഉണ്ടാകും. ഇനി അറിയേണ്ടത് മുത്തൂറ്റ് ഫിനാൻസിനെ കുറിച്ചാണ്. നിലവിൽ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലൊരു നേട്ടമാണ് കഴിഞ്ഞ ഒരു ട്രേഡിംഗ് ഡേയിൽ കാഴ്ചവെച്ചത്. 2104 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ് കാണാൻ സാധിക്കുന്നത്. ഒരു ഓൾ ടൈം ഹൈ മാർച്ചിലായിരുന്നു സ്റ്റോക്ക് നിലവിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം നേരിയ ഒരു ഇടിവൊക്കെ രേഖപ്പെടുത്തിയ സ്റ്റോക്ക് നിലവിൽ ഇപ്പോൾ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം ഒരു 13% ഇടിവ് രേഖപ്പെടുത്തുന്ന ലെവലിലാണ് ട്രേഡിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. മുത്തൂറ്റ് ഫിനാൻസിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ മുത്തൂറ്റിന്റെ കേസിൽ ഒരു ഡിസ്ക്ലോഷർ, പേഴ്സണലി എനിക്ക് എക്സിസ്റ്റിംഗ് ലോങ് പൊസിഷൻ നിലവിലുണ്ട്. ആൻഡ് മുത്തൂറ്റ് ഫിനാൻസിന്റെ പാറ്റേൺ നോക്കുമ്പോഴേക്കും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് ബൈ സൈഡ് കാണുന്നത്. ഈ സ്റ്റോക്കിൽ നമുക്ക് ഒരു ട്രേഡിംഗ് ലോ റിസ്ക് അവസരം ഇന്നത്തെ വ്യാപാരത്തിൽ കാണാൻ സാധിക്കുന്നില്ല. സാർ, ഇനി അറിയേണ്ടത് നാഷണൽ അലൂമിനിയത്തെ പറ്റിയാണ്. നാഷണൽ അലൂമിനിയം നോക്കുമ്പോൾ നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്റ്റോക്ക് 0.7% ഒരു ഇടിവാണ് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ കാഴ്ചവെച്ചത്. 177 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് സ്റ്റോക്കിന്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു ഓൾ ടൈം ഹൈ നവംബറിൽ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം പിന്നീട് അങ്ങോട്ട് തുടരെ ഒരു ഇടിവായിരുന്നു സ്റ്റോക്കിൽ ഒരു മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്നാൽ നമ്മൾ ഈ ഒരു മാസം നോക്കുമ്പോൾ സ്റ്റോക്ക് ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗിലാണ് ഈ ഒരു മാസത്തിൽ ഇതുവരെയുള്ള ഒരു ഡേയിൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. നാഷണൽ അലൂമിനിയത്തിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നാഷണൽ അലുമിനിയത്തിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഷോർട്ട് ടേമിൽ നമുക്ക് ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് കിട്ടിയ നേട്ടത്തിനെ തുടർന്ന് നമ്മളൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. ഈ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 162 രൂപ. 162ന്റെ സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത അപ്പ് മൂവ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയൊരു മൂവ്മെന്റ് പ്രതീക്ഷിക്കാം. അതിനുശേഷം ആ ഒരു മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 198 മുതൽ 205 രൂപ വരെ. ആൻഡ് 205ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. സാർ, നിലവിൽ ഇനി അടുത്തൊരു സ്റ്റോക്കായിട്ട് നമ്മുടെ ഫോക്കസിലുള്ളത് IFC ആണ്. നിലവിൽ 15% ഒരു നേട്ടമായിരുന്നു ഒരു ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ഒരു സ്റ്റോക്ക് കാഴ്ചവെച്ചത്. 51 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആണ് കാണാൻ സാധിക്കുന്നത്. ഇതിലൊരു വീക്ക്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞൊരു വീക്കിൽ വലിയൊരു മുന്നേറ്റം, ഏകദേശം 31% ഒരു മുന്നേറ്റം കഴിഞ്ഞൊരു വീക്കിൽ സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരുന്നു. IFCയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ IFCയുടെ കേസിൽ ഒത്തിരി സെല്ലിംഗ് പ്രഷർ കഴിഞ്ഞ ഒരു 5-8 മാസത്തിനിടെ ഈ സ്റ്റോക്ക് നേരിട്ടിട്ടുണ്ട്. അതിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിരുന്നു. ബട്ട് കഴിഞ്ഞ 2-3 ട്രേഡിംഗ് സെഷൻസിൽ കിട്ടിയ നേട്ടത്തിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബെയറിഷ്. ലോങ് ടേം ബുള്ളിഷായി മാറണമെങ്കിൽ 58 രൂപയുടെ മുകളിൽ ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്യണം. ബട്ട് ഇന്നത്തെ ട്രേഡിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് ബോട്ടം എത്തിയെന്ന കൺഫർമേഷൻ ലഭിച്ചതിന് ശേഷം മാത്രം പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ നോക്കുക. ഇനി നമുക്ക് അറിയേണ്ടത് ഗെയിലിനെ പറ്റിയാണ്. ഗെയിലിന്റെ ഒരു ലാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്നത് ഗെയിൽ ഏകദേശം ഒരു നേട്ടമായിട്ട് രേഖപ്പെടുത്തിയ ഒരു ഫ്ലാറ്റ് നോട്ടിൽ ക്ഷമിക്കണം, ഒരു 0.5% ഒരു നേട്ടം മാത്രമേ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ കാഴ്ചവെച്ചിട്ടുള്ളൂ. 186 എന്നുള്ള ഒരു ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആണ് നമുക്ക് ഗെയിലിൻ്റെതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഒരു മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ 2 മാസങ്ങളിൽ ഒരു നേട്ടത്തിലുള്ള ഒരു ക്ലോസിംഗ് എടുക്കാൻ ഗെയിലിന് സാധിച്ചിട്ടുണ്ട്. ഗെയിലിന്റെ ഒരു വ്യൂ എന്താണ് സാറിന്റെ? ഗെയിലിന്റെ കേസിലും ഡിസ്ക്ലോഷർ, എനിക്ക് ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് ലോങ് പൊസിഷൻ ഉണ്ട്.
ഗെയിലിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 200 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ഇന്നത്തെ ട്രേഡിൽ എനിക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഒരു സ്റ്റോക്ക് നമുക്ക് ഫോക്കസിലുള്ളത് ഗുജറാത്ത് ടൂൾ റൂം ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു സ്റ്റോക്കാണ്. നമുക്ക് ഈ ഒരു സ്റ്റോക്ക് നിലവിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, സാർ ക്ഷമിക്കണം, എനിക്ക് ആ ഒരു ഡാറ്റ ഇപ്പോൾ ലഭ്യമാകുന്നില്ല. സാറിന് ആ ഒരു ഡാറ്റ ലഭ്യമാകുന്നുണ്ടെങ്കിൽ ഒന്ന് വിശദീകരിക്കാമോ? ഗുജറാത്ത് ടൂൾ റൂം NSEയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള, ഇത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മാത്രം ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു സ്റ്റോക്ക് ആയത്. ദിസ് ഇസ് എ പെനി സ്റ്റോക്ക് ആൻഡ് ഈ സ്റ്റോക്ക് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഒത്തിരി മാനിപ്പുലേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്തരം സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതെ ഇരിക്കുന്നത് ഏറ്റവും നല്ല സ്ട്രാറ്റജി. ഒരു ലോ റിസ്ക് ബൈങ് അവസരം എനിക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ഇനിയൊരു സ്റ്റോക്ക് നമ്മുടെ ഫോക്കസിലുള്ളത് എക്സൈഡ് ഇൻഡസ്ട്രീസ് ആണ്. നിലവിൽ നോക്കുമ്പോൾ 2% മുകളിൽ ഒരു നേട്ടം ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ഈ ഒരു സ്റ്റോക്കിന് കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നു. 393 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആണ് നമുക്ക് സ്റ്റോക്കിൻ്റെതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസം നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന, കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ ഒരു കൺസോൾട്ടേഷൻ, ഒരു ബോട്ടം ഓൾ ടൈം ഹൈയിൽ നിന്ന് എടുത്തതിന് ശേഷം പിന്നീട് രേഖപ്പെടുത്തുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു മാസം നോക്കുമ്പോൾ ഏകദേശം ഒരു 11% നേട്ടം ഓൾറെഡി എക്സൈഡ് ഇൻഡസ്ട്രീസ് നൽകിയിട്ടുണ്ട്. എക്സൈഡിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ എക്സൈഡിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഷോർട്ട് ടേമിൽ നമുക്ക് ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്ന 418 മുതൽ 425 വരെ. ആ ഒരു റേഞ്ചിലോട്ട് സ്റ്റോക്ക് എത്തുമ്പോൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. പുതിയ ലോങ് പൊസിഷൻസ് കറക്ഷൻ നടക്കുന്ന സമയത്ത് അഡ്വൈസ് ചെയ്യുന്നുള്ളൂ. ഇനി ഒരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ഫോർട്ടിസ് ആണ്. ഫോർട്ടിസ് നോക്കുമ്പോൾ 0.09% ഒരു നേരിയ നേട്ടമാണ് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ കാഴ്ചവെച്ചത്. 700 എന്നുള്ള ഒരു ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആണ് സ്റ്റോക്കിൻ്റെതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്ക് നിലവിൽ നോക്കുമ്പോൾ ഒരു ഓൾ ടൈം ഹൈയുടെയൊക്കെ അടുത്തായിട്ടൊക്കെ തന്നെയാണ് നിലവിൽ ട്രേഡ് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫോർട്ടിസിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഫോർട്ടിസിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ ഒരു 4-5 മാസത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഒരു 570 മുതൽ 740, 745 ആ ഒരു റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തി വരുന്നത്. 745ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാലേ നമുക്ക് ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കത്തുള്ളൂ. ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് സീമെൻസ് ലിമിറ്റഡ് ആണ്. നിലവിൽ 1.9% ഒരു നേട്ടമായിരുന്നു ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ കാഴ്ചവെച്ചത്. 3069 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു മന്ത്ലി ട്രേഡിംഗ് പരിഗണിക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ 2 മാസങ്ങളിൽ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. സീമെൻസിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സീമെൻസിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി തുടരുന്നു. ബട്ട് ഷോർട്ട് ടേമിൽ നമുക്ക് ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിന്റെ ഫൈനാൻഷ്യൽസ് ഐ എം വെരി കംഫർട്ടബിൾ. സോ ഈ സ്റ്റോക്കിൽ നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. ഈ സ്റ്റോക്ക് ഒരു 3280, 3325, 30 ആ റേഞ്ച് എത്തുമ്പോഴേക്കും റെസിസ്റ്റൻസ് ഫേസ് ചെയ്യും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് അതിശക്തമായിട്ട് ഒരു മൂവ്മെന്റ് കാണാൻ സാധിക്കത്തുള്ളൂ. പുതിയ ലോങ് പൊസിഷൻസ് കറക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം. സാറിന് അടുത്തായിട്ട് നമുക്ക് അറിയേണ്ട ഒരു സ്റ്റോക്ക് ടെറ സോഫ്റ്റ്വെയർ ആണ്. ടെറ സോഫ്റ്റ്വെയറിന്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 1.4% ഒരു നേട്ടമായിരുന്നു ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ഈ ഒരു സ്റ്റോക്ക് കാഴ്ചവെച്ചതായിട്ട് കാണാൻ സാധിക്കുന്നത്. 277 എന്നുള്ള ഒരു ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആണ് നിലവിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെതായിട്ട് രേഖപ്പെടുത്തിയായിട്ട് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ഒരു മാസം നോക്കുമ്പോൾ നമുക്ക് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് സ്റ്റോക്കിൻ്റെതായിട്ട് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഓൾറെഡി ഒരു 28% ഒരു നേട്ടം സ്റ്റോക്ക് ഓൾറെഡി ഈ മാസം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ടെറയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? Terra Software is a small cap stock and കഴിഞ്ഞ നവംബർ മാസം മുതലുള്ള ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഈ സ്റ്റോക്കിൽ ഒത്തിരി മാനിപ്പുലേഷൻ നടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. സോ ഇത്തരം സ്റ്റോക്കിൽ ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ റിസ്കി ആയിരിക്കും. കാര്യം നമുക്ക് ഈ സ്റ്റോക്കിൽ പെട്ടെന്ന് ഒരു സെല്ലിംഗ് പ്രഷർ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് ഇതിന്ന് പുറത്തോട്ട് വരാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ ഇതിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ഡെലിവറിയാണ്. ഡെലിവറി 1% ഒരു ഇടിവ് രേഖപ്പെടുത്തിയ ഒരു ക്ലോസിംഗ് ആയിരുന്നു ലാസ്റ്റ് ട്രേഡിംഗ് ഡേ കാഴ്ചവെച്ചത്. 320 എന്നുള്ള ഒരു ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആണ് സ്റ്റോക്കിൻ്റെതായിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് വീക്കുകളായി ഒരു അപ്വേർഡ് മൂവ്മെന്റ് വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഡെലിവറിയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഡെലിവറി ഈസ് അഗൈൻ എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ ഒരു
സ്റ്റോക്ക് നോക്കുമ്പോഴേക്കും വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ട് ബേസ് 240 രൂപയിൽ ഫോം ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്നായിരുന്നു ഈ സ്റ്റോക്കിൽ നമുക്ക് കഴിഞ്ഞ ഒരു മാസത്തിനിടെ നല്ലൊരു റിക്കവറി, നല്ല നേട്ടം ഈ സ്റ്റോക്ക് നൽകിയിരിക്കുന്നത്. വെള്ളിയാഴ്ച കണ്ടിരിക്കുന്ന ഇറ്റ്സ് എ വെരി നോർമൽ പ്രോഫിറ്റ് ടേക്കിംഗ്. ബട്ട് ഈ സ്റ്റോക്കിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ലോങ് ടേം ട്രെൻഡ് ഇപ്പോഴും ബെയറിഷായി തുടരുന്നു. നമ്മൾ ഈ സ്റ്റോക്കിൽ ഇപ്പോഴും പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 300 മുതൽ 315 വരെ. ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ നമുക്ക് ലോ റിസ്ക് എൻട്രി ഈ സ്റ്റോക്കിൽ സാധ്യമാകും. സാർ, ഇനി അറിയേണ്ടത് സുസ്ലോണിനെ പറ്റിയാണ്. സുസ്ലോണ് നമുക്ക് ഒരു ലാസ്റ്റ് ട്രേഡിംഗ് ഡേ നോക്കുമ്പോൾ 0.2% ഒരു ഇടിവ് രേഖപ്പെടുത്തി 61 എന്നുള്ള ഒരു പ്രൈസിലാണ് ട്രേഡിംഗ് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതിലൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സെപ്റ്റംബർ 2024 അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഒരു ഇടിവ് രേഖപ്പെടുത്തി വന്ന സ്റ്റോക്ക് ഏതായാലും മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ മാസങ്ങളിൽ ഒരു നേരിയ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിലയിലാണ് ട്രേഡിംഗ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സുസ്ലോണിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സുസ്ലോണിൽ again ഒരു ഡിസ്ക്ലോഷർ, പേഴ്സണലി എനിക്കൊരു എക്സിസ്റ്റിംഗ് ലോൺ പൊസിഷൻ ഉണ്ട്. ഈ സ്റ്റോക്കിന്റെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വൈസ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിൽ നമുക്ക് ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണണമെങ്കിൽ 65 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സോ അറ്റ് ദ സെയിം ടൈം നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 50 രൂപ. സർ, അടുത്തൊരു സ്റ്റോക്ക് നമ്മുടെ ഫോക്കസിലുള്ളത് അദാനി ഗ്രൂപ്പിൽ നിന്നുള്ള ഒരു സ്റ്റോക്കാണ്. അദാനി പോർട്ടിനെ പറ്റിയാണ് നമുക്ക് അറിയേണ്ടതായിട്ടുള്ളത്. അദാനി പോർട്ടിന്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ഏകദേശം 0.09% ഒരു ഫ്ലാറ്റ് നേട്ടമാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. 1407 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും സ്റ്റോക്ക് നോക്കുമ്പോൾ ലാസ്റ്റ് ഒരു 3 months ആയിട്ടൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ക്ലോസിംഗ് എടുത്തുകൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് നമുക്ക് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അദാനി പോർട്സിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അദാനി പോർട്ടിന്റെ കേസിൽ ഏപ്രിൽ ഒരു തുടക്കം മുതൽ തന്നെ നമുക്ക് കണ്ടിന്യൂസ് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നു. അതിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. വെള്ളിയാഴ്ച നമുക്കൊരു നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായി. ആൻഡ് കറന്റ്ലി നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് ഒരു ഷോർട്ട് ടേമിൽ നമ്മൾ ഒരു അല്പം പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. ഈ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ഒരു ലോ റിസ്ക് ബൈങ് അവസരം ലഭിക്കും. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 1290 മുതൽ 1330 രൂപ വരെ. സാർ, ഇനി അറിയേണ്ടത് കൊച്ചിൻ ഷിപ്പ്യാർഡിനെ പറ്റിയാണ്. ലാസ്റ്റ് ട്രേഡിംഗ് ഡേ നോക്കുമ്പോഴും ആ ഒരു 12% മികച്ച മുന്നേറ്റം സ്റ്റോക്കിൽ രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു. 2035 എന്നൊരു നിലയിലേക്കുള്ള 2000 ക്ലോസ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു നില സസ്റ്റെയിൻ ചെയ്യാനും ഷിപ്പ്യാർഡിന് സാധിച്ചിട്ടുണ്ട്. നമ്മളൊരു വീക്കിലി, മന്ത്ലി അല്ലെങ്കിൽ ഡെയിലി ഒക്കെ നോക്കുമ്പോൾ ചാർട്ട് നോക്കുമ്പോൾ ഒരു അപ്വേർഡ് മൂവ്മെന്റ് ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് സ്ഥിരമായി രേഖപ്പെടുത്തുന്നുണ്ട്. ഷിപ്പ്യാർഡിൽ ഇനി എന്തായിരിക്കാം താങ്കൾ എക്സ്പെക്ട് ചെയ്യുന്നത്? ഷിപ്പ്യാർഡിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. സ്റ്റോക്ക് ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ലെവൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി നമ്മൾ വളരെ അലേർട്ടിലായിരിക്കണം. കറന്റ് ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. എൻ്റെ കൈവശം ഓൾറെഡി എക്സിസ്റ്റിംഗ് ലോങ് പൊസിഷൻ ഉണ്ടെന്നൊരു ഡിസ്ക്ലോഷറും കൂടെ നൽകുന്നു. സാർ, ഇനി നമുക്ക് അവസാനമായ ഒരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കലാണ്. നമ്മൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കിന്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നിലവിൽ കാണാൻ സാധിക്കുന്നത് സ്റ്റോക്കിന്റെ ഒരു ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ് ആയിട്ട് 5127 ആണ് കാണുന്നത്. 5% ഒരു നേട്ടം സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ സ്റ്റോക്ക് കഴിഞ്ഞ ഒരു 2 മാസം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് നൽകിയത്. ഈ ഒരു മാസം നോക്കുമ്പോൾ സ്റ്റോക്ക് ഓൾറെഡി ഒരു 14% നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? HALന്റെ കേസിൽ അണ്ടർടോൺ വളരെ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഈ സ്റ്റോക്കിന്റെ മുന്നിൽ ഒരേ ഒരു റെസിസ്റ്റൻസേ കാണുന്നുള്ളൂ. ഇതിന്റെ ഓൾ ടൈം ഹൈ ലെവലായിട്ടുള്ള 5674 രൂപ. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ താമസിക്കാതെ തന്നെ ഈ ഒരു ഓൾ ടൈം ഹൈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യും ഈ സ്റ്റോക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. ബട്ട് വളരെ ഷോർട്ട് ടേം നോക്കുമ്പോഴേക്കും നമ്മൾ ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. ആ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്തായിരിക്കും നമുക്ക് അടുത്തൊരു ലോ റിസ്ക് ബൈങ് അവസരം ലഭിക്കാൻ പോകുന്നത്. ഇതിൽ വീണ്ടും ഒരു ഡിസ്ക്ലോഷർ എനിക്ക് എക്സിസ്റ്റിംഗ് ഒരു ലോങ് പൊസിഷൻ ഹാൻഡിലുണ്ട്. താങ്ക് യു സാർ, ഇത്രയും വിവരങ്ങൾ മാർക്കറ്റ് പ്ലസിന്റെ പ്രേക്ഷകർക്കായി പങ്കുവച്ചതിന്. ഏതായാലും ഇന്നത്തെ മാർക്കറ്റ് പ്ലസിന്റെ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കണം. നമ്മുടെ അടുത്ത ഷോ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ക്രീനറാണ്. സോ പ്രേക്ഷകർ ഇവിടെ തന്നെ തുടരുക. സ്റ്റേ ട്യൂൺ. നന്ദി, നമസ്കാരം.